കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 63 ലക്ഷത്തോളം ഗുണഭോക്താക്കളുള്ള പദ്ധതിയിൽ പെൻഷൻ തുക 3000 രൂപയാക്കാൻ സാധ്യതയുണ്ട്. മെയ് മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. പെൻഷൻ ലഭിക്കാൻ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, ബയോമെട്രിക് പരിശോധന, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമായിട്ട് സമർപ്പിക്കണം. അപേക്ഷകർക്ക് 60 വയസ്സിന് മുകളിലായിരിക്കണം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഈ കാര്യങ്ങൾ എല്ലാ ഉപഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ആഗോള സംഘർഷങ്ങൾ ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ ബാധിച്ചതോടെ ഇന്ത്യയിലെ പാചകവാതക വിതരണ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം LPG ആവശ്യകതയുടെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. ഇതിൽ 90% തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് വഴിയാണ് രാജ്യത്തേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ ആ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ആഭ്യന്തര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിതരണ തടസ്സം മൂലം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെ ഗ്യാസ് ഏജൻസികളുടെ മുമ്പിൽ ഉപഭോക്താക്കളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സിലിണ്ടർ ബുക്ക് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും അത് കൃത്യസമയത്ത് ലഭിക്കാത്ത സാഹചര്യം സാധാരണക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. സിലിണ്ടർ ബുക്ക് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും അത് കൃത്യസമയത്ത് ലഭിക്കാത്ത സാഹചര്യം സാധാരണക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായി പൊതുമേഖല എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണ സിലിണ്ടറുകൾക്കായി കാത്തുനിൽക്കാതെ തന്നെ ആവശ്യങ്ങൾക്ക് ഉടൻ ലഭിക്കുന്ന ചോട്ടു എന്ന 5 കിലോയുടെ ചെറിയ സിലിണ്ടർ കമ്പനി വ്യാപകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഗ്യാസ് കണക്ഷനുകൾക്ക് ആവശ്യമായ അഡ്രസ് പ്രൂഫോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഇല്ലാതെ തന്നെ ഇത് സ്വന്തമാക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ മാത്രം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇന്ത്യൻ ഏജൻസിയിൽ നിന്നും ഈ ചോട്ടു സിലിണ്ടർ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഈ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി വിതരണ രീതിയിലും വലിയ മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ് ഏജൻസികൾക്ക് പുറമെ അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, പെട്രോൾ പമ്പുകൾ, തിരഞ്ഞെടുത്ത പലചരക്ക് കടകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഈ സിലിണ്ടർ ലഭ്യമാകുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുകയോ നിങ്ങളുടെ വരിക്കായി കാത്തിരിക്കുകയോ വേണ്ടതില്ല. ഇതിലൂടെ സാധാരണക്കാരും പ്രത്യേകിച്ച് കുടിയേറ്റ തൊഴിലാളികളും വിദ്യാർത്ഥികളും ഏറെ പ്രയോജനം നേടും. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും നിലവിലെ പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ ഈ കൊച്ചു സിലിണ്ടർ വലിയ പങ്ക് വഹിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. രാജ്യത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ആശങ്കാജനകമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് UPI പേയ്മെന്റുകൾ 2 സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ എന്ന പ്രക്രിയയാണ്. സാധാരണ ഉപയോഗിക്കുന്ന പിൻ നമ്പറിന് പുറമെ ഇടപാടുകൾ പൂർത്തിയാക്കാൻ പാസ്വേഡ്, OTP അല്ലെങ്കിൽ വിരലടയാളം പോലുള്ള ബയോമെട്രിക് സംവിധാനങ്ങൾ കൂടി നിർബന്ധമാകും. ഇടപാടുകളിൽ ഒരു അധിക സുരക്ഷാ പാളി ഉറപ്പുവരുത്തുന്നതിലൂടെ ഉപഭോക്താവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പണം നഷ്ടപ്പെടുന്നത് തടയാനാകും. പ്രത്യേകിച്ച് വലിയ തുകയുടെ ഇടപാടുകൾക്കും പുതിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള പേയ്മെന്റുകൾക്കും ഈ നിയമം കൂടുതൽ കർശനമായിരിക്കും. ഡിജിറ്റൽ സാമ്പത്തിക മേഖലയിലെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യുന്നതാണ് ഈ മാറ്റങ്ങളുടെ ലക്ഷ്യം. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി 2026 ഏപ്രിൽ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ എന്ന പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനൊപ്പം ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. നിലവിലെ 100 തൊഴിൽ ദിനങ്ങൾ 125 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ തൊഴിലാളികളുടെ പ്രതിദിന വേതനം 400 രൂപ വരെ വർദ്ധിപ്പിക്കാനും പദ്ധതിയുടെ ധനവിന്യാസത്തിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം 60:40 എന്ന അനുപാതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തൊഴിലാളികൾക്ക് പുതുതായി അപേക്ഷ നൽകേണ്ടതില്ല. അവർ സ്വമേധയാ പുതിയ പദ്ധതിയിലേക്ക് മാറും. ബയോമെട്രിക്, ജിയോ ടാഗിംഗ്, AI സംവിധാനങ്ങൾ തുടങ്ങി ഉപയോഗിച്ച് കൂടുതൽ സുതാര്യത ഉറപ്പാക്കും. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 4 മുതൽ ആരംഭിക്കും. പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് ഏപ്രിൽ-മെയ് മാസത്തിലെ റേഷൻ ഒരുമിച്ച് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അന്ത്യോദയ കാർഡുടമകൾക്ക് ഏകദേശം 60 കിലോ അരി ലഭിക്കും. BPL കാർഡുടമകൾക്ക് 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കും. APL ഭാഗങ്ങൾക്കും ഇരട്ടി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിൽ മാറ്റം തുടരുകയാണ്. ഏപ്രിൽ 2-ന് 2 തവണ നിരക്കിൽ വ്യത്യാസം രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.